നമസ്കാരം. ലിംഗം തിരഞ്ഞ് കാണുന്നിടം മുഴുവൻ കുഴിക്കാൻ നടക്കുന്ന യോഗി ആദിത്യനാഥിന്റെ വികൃത നടപടിയെ രൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് അഖിലേഷ് യാദവ് രംഗത്തു വന്നു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ ലക്നൌവിലെ ഔദ്യോഗിക വസതിക്ക് താഴെ ഒരു ശിവലിംഗം അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് അവകാശപ്പെട്ടത്. താൻ ആരോപിക്കുന്ന മതപരമായ ഘടന വെളിപ്പെടുത്തുന്നതിന് സ്ഥലം ഖനനം ചെയ്യണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ലക്നൌവിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് താഴെ ഒരു ശിവലിംഗമുണ്ട്, അതും ഖനനം ചെയ്യണം എന്നാണ് യാദവ് ആവശ്യപ്പെട്ടത്. ഉത്തർപ്രദേശിൽ കൂടുതലും ക്ഷേത്രങ്ങളെയും പള്ളികളെയും ചുറ്റിപ്പറ്റിയുള്ള സമീപകാല സർവേകളിൽ രാഷ്ട്രീയ സംഘർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യാദവിന്റെ പ്രസ്താവന വന്നത്. കഴിഞ്ഞയാഴ്ച ഉത്തർപ്രദേശിൽ സംബാലിൽ നടത്തിയ ഒരു സർവേയിൽ 1857 കലാപത്തിന്റെ കാലഘട്ടത്തിൽ 250 അടി താഴ്ചയിൽ പടികളോട് കൂടിയ ഒരു കിണർ കണ്ടെത്തിയിരുന്നു. നഗരത്തിലെ ലക്ഷ്മൺഗഞ്ച് പ്രദേശത്തെ സ്ഥലത്ത് 2 ബുൾഡോസറുകൾ കുഴിച്ചതിന് ശേഷമാണ് കിണർ കണ്ടെത്തിയത്. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും അതുവഴി തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും ഉൾപ്പെടെയുള്ള കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കാനും BJP ഇത്തരം സർവേകൾ ഉപയോഗിക്കുന്നുവെന്ന് SP-യും കോൺഗ്രസും തുടർച്ചയായി ആരോപിച്ചിരുന്നു. ഉത്തർപ്രദേശിലെ ജനങ്ങൾ BJP സർക്കാരിനെ താഴെ ഇറക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും തിരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയാണെന്നും യാദവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ക്രമസമാധാനം, വിദ്യാഭ്യാസം, കർഷകരുടെ പ്രശ്നങ്ങൾ, സ്ത്രീ സുരക്ഷ എന്നിവയാകട്ടെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്ക് സർക്കാരിനോട് ദേഷ്യമുണ്ട്. UP-യിൽ വരും കാലങ്ങൾ മാറ്റത്തിന്റെ ഘട്ടമായിരിക്കും. പൊതുജനങ്ങൾ അവരുടെ മനസ്സ് ഉറപ്പിച്ചു എന്നും യാദവ് കൂട്ടിച്ചേർത്തു. ഇപ്പോഴത്തെ ഭരണത്തിന് കീഴിൽ നാശമല്ലാതെ വികസനമില്ലെന്ന് യാദവ് പറഞ്ഞു. കടം വാങ്ങുന്നതിലും BJP സർക്കാർ ഉത്തർപ്രദേശിനെ ഒന്നാമതെത്തിക്കുകയാണെന്ന് തന്റെ ആക്രമണത്തിന് മൂർച്ച കൂട്ടിയ യാദവ് പറഞ്ഞു. ട്രഷറി കാലിയായി, സർക്കാർ കർഷകരെ വഞ്ചിക്കുകയാണെന്നും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ ആരോപിച്ചു. ബുൾഡോസർ ഉപയോഗിച്ച് നിരപരാധികളുടെ വീടുകൾ അനധികൃതമായി തകർക്കുന്ന യോഗിയുടെ നടപടി വികസനമല്ല, നാശമാണ്. മുഖ്യമന്ത്രിയുടെ കൈകളിൽ വികസനത്തിന്റെ രേഖയല്ല, നാശത്തിന്റെ രേഖയാണുള്ളത്. BJP സർക്കാർ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല എന്നും യാദവ് പറഞ്ഞു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അഴിമതിയും അതിന്റെ ഉച്ചസ്ഥായിയിലാണ്. കർഷകർ, യുവാക്കൾ എല്ലാവരും അസന്തുഷ്ടരാണ്. BJP സർക്കാർ തങ്ങളുടെ പരാജയം മറച്ചുവെക്കാനും പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമായി വിവിധ സ്ഥലങ്ങളിൽ ഖനനം നടത്തുകയാണെന്നും മുൻ മുഖ്യമന്ത്രി പറഞ്ഞു. നിക്ഷേപകർക്കായി 1.5 ലക്ഷം ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതായി സർക്കാർ പരസ്യങ്ങളിലൂടെ അവകാശപ്പെടുകയാണ്. സർക്കാരിന് ഭൂമിയില്ല, കർഷകരുടെ ഭൂമിയാണ് ഏറ്റെടുക്കുമെന്ന് പറയുന്നത്. കർഷകരെ നശിപ്പിക്കാനുള്ള തീവ്ര യത്നത്തിലാണ് സർക്കാർ. നിക്ഷേപത്തിന്റെ പേരിൽ കള്ളം പറഞ്ഞ് BJP സർക്കാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനാകും. ലോകം എവിടെയെത്തി, ഇവിടെ ആളുകൾ എന്താണ് ഇങ്ങനെ കഴിയുന്നത് എന്നൊക്കെ. വരും കാലങ്ങളിൽ ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരിക്കൽ കൂടി UP വികസനത്തിന്റെയും സമൃദ്ധിയുടെയും പാതയിലേക്ക് പോകും എന്നും അഖിലേഷ് യാദവ് അവകാശപ്പെട്ടു. 250 അടി കുഴിച്ചിട്ടും ലിംഗം കണ്ടെത്താനാവാത്ത നിരാശയിൽ നിൽക്കുന്ന യോഗി തന്റെ ഔദ്യോഗിക വസതി കൊത്തിക്കോരാൻ വരുന്ന അഖിലേഷിന്റെ ബുൾഡോസറും പ്രതീക്ഷിച്ച് ആശങ്കയിൽ കഴിയുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.